നമസ്തേ മോളെ. നമസ്തേ ദേവാംഗന അരുൺ. ആ, നമസ്തേ മാം. ആ, ഇന്ന് ജയസ് നവോദയ അഡ്വാൻസ് കോച്ചിങ് സെന്ററിലെ നമ്മൾ ദേവാംഗന അരുണിനെയാണ് പരിചയപ്പെടുത്തുന്നത്. നമ്മുടെ അതിഥിയായിട്ട് വന്നിരിക്കുന്ന ദേവാംഗന അരുണും ദേവാംഗനയുടെ അമ്മ ലക്ഷ്മിയാണ് ഇതിനകത്തുള്ളത്. ലക്ഷ്മി മാഡത്തിനെ നമ്മുടെ സെഷനിലേക്ക് വെൽക്കം ചെയ്യുന്നു. നമ്മുടെ ഈ താങ്ക് സെഷൻ യു. ഈ സെഷന്റെ ഉദ്ദേശ്യം ഇത് ദേവാംഗനയുടെ ജേർണിയില് ആദ്യം ഉണ്ടായിരുന്ന ദേവാംഗനയും ഇപ്പോഴുള്ള ദേവാംഗനയും തമ്മിലുള്ള വ്യത്യാസങ്ങൾ എന്തൊക്കെയാണ് എന്നത് ഒന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. നമ്മൾ ഇപ്പൊ റിസൾട്ട് ആയിട്ടില്ല. റിസൾട്ട് ആകുന്നതിന് മുമ്പ് തന്നെ നമ്മുടെ ഒരു സക്സസ് സ്റ്റോറീസ് എത്രമാത്രം ഉണ്ടോ അതൊന്ന് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. നമസ്തേ മാഡം. മാഡം, ദേവാംഗന എങ്ങനെയാണ് നമ്മുടെ ക്ലാസ്സിലേക്ക് ജോയിൻ ചെയ്യാൻ വന്നത്? അതെ, ദേവാംഗന ഫോർത്ത് സ്റ്റാൻഡേർഡ് മുതൽക്ക് തന്നെ ജയാസ് നവോദയ കോച്ചിങ് സെന്ററിൽ ജോയിൻ ചെയ്തു. ഇത് ജോയിൻ ചെയ്തത് തന്നെ ഞാൻ വളരെയധികം ഒരുപാട് സെന്ററുകളിൽ ഞാൻ വിളിച്ചു ചോദിക്കുകയൊക്കെ ചെയ്തിരുന്നു. പക്ഷെ അങ്ങനെ ഞാൻ സെർച്ച് ചെയ്ത് വന്നപ്പോഴാണ് എനിക്ക് ജയ മാഡത്തിന്റെ ഡീറ്റെയിൽസ് കിട്ടിയത്. ഞാൻ ആദ്യം ജയ മാഡത്തിന്റെ ആ വെബ്സൈറ്റിലൂടെ ഞാൻ ഒന്ന് ഓടിച്ചു നോക്കിയിരുന്നു. അങ്ങനെയാണ് ഞാൻ ആദ്യമായിട്ട് ആ ട്രയൽ ക്ലാസ്സിൽ മോളെ ജോയിൻ ചെയ്യിപ്പിക്കാന്ന് വിചാരിച്ചത്. അപ്പൊ മോളെ ജോയിൻ ചെയ്യിപ്പിച്ചപ്പോ മാഡം തന്നെ പറഞ്ഞിരുന്നു ട്രയൽ ക്ലാസ്സിൽ മകൾക്ക് ഇഷ്ടമായെങ്കിൽ മാത്രം മതി മുന്നോട്ടേക്ക് പോകുന്നത് എന്ന് പറഞ്ഞിരുന്നു. ട്രയൽ ക്ലാസ്സിൽ തന്നെ ആൾക്ക് മാഡത്തിന്റെ ആ രീതിയും എല്ലാം ഭയങ്കരമായിട്ട് ഇഷ്ടമായിട്ട് ആള് ജോയിൻ ചെയ്തു. ജോയിൻ ചെയ്ത് ഓരോ ക്ലാസ്സിലും അവള് പുതിയ പുതിയ കാര്യങ്ങളാണ് പഠിച്ചുകൊണ്ടിരുന്നത്. അതായത് പെട്ടെന്ന് ഒരു ചേഞ്ച് എനിക്കത് ആളുടെ ആ ഒരു വർക്കൗട്ടില് കാര്യങ്ങളിലെല്ലാം തന്നെ എനിക്കത് മനസ്സിലായി തുടങ്ങി. ആള് ഒരുപാട് ഇമ്പ്രൂവ് ചെയ്തു. മാത്തമാറ്റിക്സിലൊക്കെ ഭയങ്കരമായ ഇമ്പ്രൂവ്മെന്റ് ഉണ്ടായിരുന്നു. ആള് പെട്ടെന്ന് എന്ന് വെച്ചാൽ ആദ്യം മാത്സിനൊക്കെ ആള് ഭയങ്കര വീക്കായിരുന്നു. പിന്നീട് ഈ ക്ലാസ്സിൽ വന്നതിന് ശേഷം അതിന്റെ ടിപ്സ് കാര്യങ്ങളെല്ലാം കിട്ടി. പിന്നെ അത് മാത്തമാറ്റിക്സ് മാത്രമല്ല, മെന്റൽ എബിലിറ്റി, അങ്ങനെ ഓരോ ഓരോ ടിപ്സും ട്രിക്സും മാം അതിൻ്റെതായ രീതിയിൽ മാഡം പറഞ്ഞു കൊടുക്കുന്നുണ്ടായിരുന്നു. അപ്പോ അത് മാത്രമല്ല, ഒരുപാട് വാല്യൂബിൾ സ്കിൽസും മാം പറഞ്ഞു കൊടുക്കുന്നുണ്ടായിരുന്നു. ലൈഫ് സ്കിൽ എന്നുള്ള രീതിയിൽ പോലും മാം ആളെ നല്ലോണം മെന്റർ ചെയ്തു. അപ്പോൾ നമുക്കത് ഭയങ്കരമായ ഒരു ഇമ്പാക്റ്റ് ആണ് നമ്മുടെ ലൈഫിൽ. കുട്ടിക്ക് ആ 2 വർഷം കൊണ്ട്, ഫോർത്ത് സ്റ്റാൻഡേർഡും ഫിഫ്ത് സ്റ്റാൻഡേർഡും കുട്ടിക്ക് ആ 2 വർഷം കൊണ്ട് നല്ലൊരു ഇമ്പാക്റ്റ് ആണ് കിട്ടിയിരുന്നത്. ഇപ്പോഴും മാഡത്തിന്റെ ഒരു ഫൺ വിത്ത് മാത്ത് ക്ലാസ്സിൽ കുട്ടിയെ ജോയിൻ ചെയ്യിപ്പിച്ചിട്ടുണ്ട്. അവിടെയും നമ്മുടെ ആഗ്രഹം മാഡത്തിനെ നമുക്ക് നന്നായി മനസ്സിലായി. അപ്പൊ മാഡം എത്രത്തോളം ഒരു കുട്ടിയിലേക്ക് ഇമ്പാക്റ്റ് ചെലുത്തിയിട്ടുണ്ടെന്നുള്ളത് നമുക്കറിയാം. അപ്പൊ അത് കാരണം ആ വിശ്വാസത്തില് നമ്മൾ ഇനിയും മാഡം എന്തൊക്കെ ഒരു മുന്നോട്ടേക്ക് ഒരു ഇത് കൊണ്ടുവന്നാലും നമ്മൾ അതിലെല്ലാം കുട്ടിയെ ചേർക്കാൻ തയ്യാറാണ്. അത്രയും വിശ്വാസം മാഡത്തില് ഞങ്ങള് അർപ്പിച്ചിട്ടുണ്ട്. ഇനി ആളെ നവോദയ എക്സാം ആള് നന്നായിട്ട് തന്നെ ചെയ്തിരുന്നു. പിന്നീട് ബാക്കി നമുക്കൊന്നും പറയാൻ പറ്റില്ല. അതെല്ലാം അപ് ടു ഗോഡ്. നമ്മള് ആ കാറ്റഗറി അനുസരിച്ചായിരിക്കുമല്ലോ. അപ്പൊ അതിനനുസരിച്ച് എന്താന്ന് വെച്ചാൽ വരട്ടെ. പക്ഷെ എങ്കിലും ഞങ്ങൾ ഹാപ്പിയാണ്. ആൾക്ക് ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട്. താങ്ക് യു സോ മച്ച് മാം. നമുക്ക് കിട്ടിയിട്ടുള്ള അച്ചീവ്മെന്റ്സ്, ഇത് നമ്മളെ പേരൻസിനോട് ജോയിൻ ചെയ്യുന്ന സമയത്ത് പേരൻസിനോട് പറയുന്ന കാര്യം, പേരൻസ് പഠിപ്പിക്കണ്ട, ഹോംവർക്ക് ഇല്ല, ബൈ ഹാർട്ട് ചെയ്യാൻ പോർഷൻ ഇല്ല. പക്ഷെ ഞാൻ ഓഫർ ചെയ്യുന്ന കാര്യം ഇതാണ്: ക്ലാസ്സിലെ ടോപ്പർ ആക്കാം, ബെസ്റ്റ് ആക്കാം. അതെ, അങ്ങനെയാണെങ്കിൽ ഞാനത് അതായത് നമ്മുടെ ജെ എസ് കോച്ചിങ് സെന്ററിന് അങ്ങോട്ട് ഓഫർ ചെയ്തൊക്കെ സാറ്റിസ്ഫൈഡ് അതെ. ആക്കിയിട്ടുണ്ടോ? മാഡം എപ്പോഴും ഗെയിമുകളിൽ കൂടെ മാത്രമാണ് അവർക്ക് ഓരോ പോർഷനും കൊടുത്തിട്ടുള്ളത്. ഒരിക്കലും എന്താ, മാഡം തന്നെ പറഞ്ഞിട്ടുണ്ടല്ലോ, കഷ്ടപ്പെടാതെ ഇഷ്ടപ്പെട്ട് പഠിക്കണം എന്ന് തന്നെ പറഞ്ഞിട്ടുണ്ടല്ലോ. അപ്പൊ ആ രീതിയിലാണ് കുട്ടിയും മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത്. അപ്പോൾ ആ ഒരു ഇഷ്ടത്തിൽ തന്നെ അവർ ഓരോ ദിവസവും ക്ലാസ്സുകളിൽ കയറിക്കൊണ്ടിരുന്നു. രാവിലെ 5 മണിക്കത്തെ ക്ലാസ് നമുക്ക് ആദ്യമൊക്കെ നമ്മൾക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കില്ലേ എന്നൊക്കെ വിചാരിച്ചെങ്കിലും പക്ഷെ അത് ഒരുപാട് മാറ്റങ്ങൾ കുട്ടികൾക്ക് വരുത്തിയിട്ടുണ്ട്. ഓക്കെ. ദേവാംഗന, മോക്ക് കിട്ടിയ ഏതൊക്കെ സ്കോളർഷിപ്പുകളാണ്? ക്ലാസ്സിലെ പൊസിഷൻ ഏതാണ്? ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊന്നും മുന്നോട്ടി ഒന്ന് പറയാവോ? എനിക്ക് ആദ്യം എന്നൊക്കെ പറയുമ്പോ ചില സ്കോളർഷിപ്പ് ഒക്കെ എഴുതിയപ്പോ എനിക്ക് ആദ്യം ലാസ്റ്റ് ആണ് വന്നിരുന്നത്. പിന്നെ മാഡത്തിന്റെ കോച്ചിങ് അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഞാൻ എഴുതിയത് സയൻസും മാറ്റും. അപ്പോ മാത്സ് ഞാൻ പഠിച്ചുകൊണ്ട് പോയി, എന്നിട്ട് ഫോർത്ത് റാങ്ക് കിട്ടി. സയൻസ് ഞാൻ പഠിക്കാതെ പോയിട്ട് എനിക്ക് സെക്കൻഡ് പൊസിഷൻ കിട്ടി. ഓക്കെ. അത് കഴിഞ്ഞിട്ടാ പിന്നെ മുന്നോട്ടുള്ള ട്രാവലിംഗ്, ആ യാത്രയിൽ എന്താ? പിന്നെ ക്ലാസ്സിലങ്ങ് എന്താ എല്ലാ സബ്ജക്റ്റിലും
എനിക്ക് നല്ല മാർക്കുണ്ടായിരുന്നു. ഏറ്റവും വളരെ ഒരു നല്ല അച്ചീവ്മെന്റ് ആയിട്ട് ഞാൻ കരുതിയത് ആൾക്ക് സ്കൂൾ ക്യാപ്റ്റൻ ആകാൻ പറ്റി. ഗ്രേഡ് 5 എത്തിയപ്പോൾ ആള് സ്കൂൾ ക്യാപ്റ്റൻ ആയി. ആ, അതെന്ന് പറഞ്ഞാല് ശരിക്കും മാം കൊടുത്തിരുന്ന ആ ഒരു കോൺഫിഡൻസ് മനസ്സിലുള്ളത് കൊണ്ടാണ് ആൾക്ക് അത്രയും ഉയർന്നു വരാൻ പറ്റിയത്. അല്ലാന്നുണ്ടെങ്കിൽ ഒരിക്കലും അത്രയൊന്നും സാധിക്കും എന്ന് എനിക്ക് തോന്നിയിട്ടില്ല. പക്ഷെ ഈ ഒരു ചേഞ്ച് വന്നതിന് ശേഷമാണ് ആൾക്ക് ആ ഒരു കോൺഫിഡൻസ് കിട്ടി തുടങ്ങിയത്. അതൊരു വലിയ കാര്യം തന്നെയാണ്. ആ, പിന്നീട് മറ്റൊരു സ്കോളർഷിപ്പ് കിട്ടിയല്ലോ. ആ, ഏതായിരുന്നു? മാത്സ് സയൻസ് ഒളിമ്പ്യാഡും മാത്ത് ഒളിമ്പ്യാഡും ആണ് ആൾ അറ്റൻഡ് ചെയ്തത്. മാക്സ് അത് രണ്ടും ക്ലിയർ ചെയ്തു. ക്ലിയർ ചെയ്തിട്ടുണ്ട് അല്ലേ? ക്ലാസ്സിലെ ടോപ്പർ ആയിട്ടുണ്ട്. പിന്നെ ക്ലാസ്സില് ആൾക്ക് മാർക്ക് നല്ലപോലെ മാർക്ക് കിട്ടാറുണ്ട്. അപ്പോ എപ്പോഴും കുട്ടികള് കളിയാക്കുന്നു പറഞ്ഞു, പഠിപ്പിസ്റ്റാണ്, ആ, എന്താ ഇതൊക്കെ നീ എവിടുന്ന് പഠിച്ചു. ഒരു പുതിയതായിട്ടൊരു മാത്തിന്റെ ഒരു ക്ലാസ്സിൽ തന്നെ ഒരു ടീച്ചറിന്റെ ഒരു ഇത് വന്നപ്പോ ടീച്ചർ ചോദിച്ചു, ദേവാങ്ങനെ എങ്ങനെ ക്ലിയർ ചെയ്ത്, അപ്പൊ ഇതൊക്കെ എവിടുന്ന് പഠിച്ചു എന്നൊക്കെ കൂട്ടുകാർ ചോദിച്ചെന്ന് പറഞ്ഞു. അപ്പൊ അങ്ങനെയൊക്കെയുള്ള ഒരു ഇത് കിട്ടുന്നുണ്ട്, അപ്രീസിയേഷൻ ആണെങ്കിലും കുട്ടികളിൽ നിന്ന്. ടീച്ചർ മോളോട് മറ്റുള്ള കുട്ടികളെ ഹെൽപ്പ് ചെയ്യാനായിട്ട് എങ്ങനെയൊക്കെയാ വിളിക്കുന്നു എന്നൊക്കെ പറഞ്ഞിരുന്നു. അത് എങ്ങനെയാന്ന് മോളൊന്ന് പറയാമോ? അപ്പോ എനിക്ക് എല്ലാരും ഹെൽപ്പ് ചെയ്യാൻ താല്പര്യമുണ്ട്. അത് ടീച്ചറിനെ ആണെങ്കിലും എനിക്ക് എല്ലാരും ഒന്നുപോലെ തന്നെയാ. ഇപ്പൊ എന്റെ ഫ്രണ്ട്സിന് നന്നായിട്ട് പഠിക്കാൻ പറ്റിയിട്ടില്ലെങ്കിൽ ഞാൻ അവർക്ക് അത് എത്ര പ്രാവശ്യം വേണമെങ്കിലും പറഞ്ഞ് എക്സ്പ്ലെയിൻ ചെയ്തു കൊടുക്കും. പിന്നെ ടീച്ചറിന് വല്ല ഹെൽപ്പ് വന്നാലും അത് ഞാൻ അങ്ങനെ തന്നെ ചെയ്തു കൊടുക്കും. ഓക്കെ. നമ്മുടെ സെഷൻസിനൊക്കെ എന്തെങ്കിലുമൊക്കെ വേണമെന്നുണ്ടെങ്കിൽ പോസ്റ്റർ ചെയ്യാനും ഒക്കെ ആയിട്ട് പെടപെടുമെന്ന് എനിക്ക് വേണ്ടി ചെയ്യാൻ റെഡി അത് ആയിട്ട്. നമ്മൾ ചിലപ്പോൾ സ്ക്രീൻ ടൈം കൂടുതലാണെന്ന് പറഞ്ഞാൽ നമ്മൾ ഇവിടെ ഇരുന്ന് പറഞ്ഞാലും ആൾക്ക് ആ ഹെൽപ്പിംഗ് മെന്റാലിറ്റി ഉള്ളതുകൊണ്ട്, ഇല്ല അമ്മ ഞാനിത് കംപ്ലീറ്റ് ചെയ്തിട്ടേ ഞാൻ ഇവിടെ നിന്ന് എഴുന്നേക്കുള്ളൂ എന്ന് പറയും. കൂടാതെ മറ്റുള്ള കുട്ടികളെ, അതായത് നമ്മുടെ ബാച്ചിനകത്ത് കുട്ടികൾക്കൊക്കെ പല ക്ലാസ്സുകളും ഹാൻഡിൽ ചെയ്യാനായിട്ട് ദേവാംഗനിക്ക് സാധ്യമായെന്നുള്ള, അതായത് ആ ഒരു ലീഡർഷിപ്പ് ക്വാളിറ്റി ഉണ്ട് ആളിന് ഓൾറെഡി. പിന്നെ ഹെൽപ്പിംഗ് മൈൻഡ് ഉണ്ട്. ഒപ്പം തന്നെ നമ്മുടെ എല്ലാ വീഡിയോസ്, ഏതെങ്കിലും ഒരു ക്വസ്റ്റിന് ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഡൗട്ട് ക്ലിയറൻസ് സെഷനകത്ത് അത് വീഡിയോ എടുത്ത് കറക്റ്റ് ആയിട്ട് ചെയ്യുന്നു. പിന്നെ 5 o'clock ഞാൻ കാണുന്ന യൂണിഫോം ഇട്ടിരിക്കുന്നത്, അതിന്റെ കഥയെന്ന് പറയാമോ? അതായത് എങ്ങനെ ഇത്രയും രാവിലെ എണീറ്റ് യൂണിഫോം ഇട്ട് സ്കൂൾ എപ്പോഴാ പോകുന്നു ചക്കര? ഞാൻ എന്താ സ്കൂളില് പോകുന്നത് രാവിലെ 7 മണിക്കാണ്. ഇപ്പൊ പുതിയ വീട് മാറിയപ്പോൾ ഞാനിപ്പോ 6:35 പോകും. അല്ലേ? നമ്മുടെ 5 o'clock ക്ലാസ്സിന് മോള് പല ദിവസങ്ങളിൽ യൂണിഫോം ഇട്ട് റെഡി ആയിട്ടാണ് ക്ലാസ്സിലിരിക്കുന്നത്. അപ്പൊ ഇത് പല പേരൻസും പറയും കുട്ടികൾ എണീക്കത്തില്ല, 6:30 7 മണിക്ക് ക്ലാസ് ഇട്ടാൽ പോലും എണീക്കത്തില്ല എന്ന് പറയുന്ന അവസ്ഥയിൽ നിന്ന് 5 മണിക്ക് ഈ 10 വയസ്സുള്ള കുഞ്ഞ് എണീറ്റ് വരുമ്പോ നിങ്ങൾക്ക് എന്താ തോന്നുന്നത്? ശരിക്കും ആദ്യമൊക്കെ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു വിളിച്ചെഴുന്നേൽപ്പിക്കുക എന്നുള്ളത്. പിന്നീടായപ്പോ കുറച്ചൊക്കെ ആയപ്പോ ആള് തന്നെ എണീറ്റ് തുടങ്ങിയായിരുന്നു. നമ്മൾ അലാം വെച്ചു കൊടുക്കും, അപ്പൊ ആള് തന്നെ എഴുന്നേറ്റ് തുടങ്ങിയായിരുന്നു. അപ്പൊ ആൾക്ക് പിന്നെ ഞാൻ പറയുന്ന ഈ ഒരുപാട് സ്കൂളിൽ നിന്ന് തന്നെ ഒരുപാട് വർക്ക് ചെയ്യുന്നുണ്ട്. അതെല്ലാം കഴിഞ്ഞ് പിന്നെയും വന്ന് വൈകുന്നേരങ്ങളിൽ നമുക്ക് ക്ലാസ് ഉണ്ടാവാറുണ്ട്. അപ്പം ചില സമയങ്ങളിൽ ക്ഷീണം ഉണ്ടാവാറുണ്ട്. അത് കാരണം ചിലപ്പോൾ ഉറങ്ങി പോവാറുണ്ട്. എങ്കിലും വിളിക്കുമ്പോൾ ആള് ചാടി എഴുന്നേറ്റ് ക്ലാസ് അറ്റൻഡ് ചെയ്യാനുള്ളതിനൊക്കെ റെഡിയായി വന്നിരിക്കും. റെഡിയായി വന്നിരുന്ന് പഴയ വീട്ടിലായിരുന്നപ്പോൾ ഞങ്ങള് 6:45 ഞാൻ 6:45 ഞാൻ എന്റെ ജോലിക്ക് പോകും. ആ സമയത്ത് തന്നെ ആള് റെഡിയാവും. വേറെ ഇതൊന്നുമില്ല. ഇനി മോളുടെ പേരിനോടൊപ്പം ഡോക്ടർ ദേവാംഗന അരുൺ എന്ന പേര് മോളുടെ പേരിന്റെ ഒരു പൊൻതൂവലായി മാറട്ടെ. അതിനെ കുറിച്ച് മോളുടെ ഇഷ്ടങ്ങൾ, അതായത് എപ്പോഴും എന്റെ ഒരു കാഴ്ചപ്പാട് മോളുടെ വിഷൻ എന്താണോ ആ വിഷൻ അനുസരിച്ച് ഉള്ളതൊക്കെ എത്തിച്ചേരാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ചെയ്തുകൊണ്ടിരുന്നത്. മോൾക്ക് അതുകൊണ്ടുണ്ടാകുന്ന ഇഷ്ടങ്ങൾ എന്തൊക്കെയാണെന്ന് പറയാമോ? അപ്പോ ഞാൻ ആദ്യം ക്ലാസ്സിൽ കയറിയപ്പോഴത്തേക്കും ടീച്ചർ ചോദിച്ചു മോൾക്ക് എന്താണ് ആകാൻ ഇഷ്ടം എന്ന് ചോദിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞു എനിക്ക് ഡോക്ടറാണ് ആവാൻ ഇഷ്ടം. അപ്പൊ ഞാൻ ഓർത്തു ഈ ഡോക്ടർ എന്നൊക്കെ പറയുന്ന ഈ ക്ലാസ്സിൽ എന്തിനാന്നൊക്കെ ആദ്യം ഞാൻ ഓർത്തു. പിന്നെ പിന്നെ വന്നപ്പോഴാണ് മാഡം പറഞ്ഞത് നിങ്ങളുടെ ആഗ്രഹങ്ങള് ഞാൻ സാധിച്ച് തരാനു വേണ്ടി നിങ്ങളെ ഇപ്പൊ തന്നെ പ്രാക്ടീസ് ചെയ്യിപ്പിക്കുന്നതാണ്
മാഡം പറഞ്ഞു. അപ്പോ അപ്പോഴത്തേക്ക് ഒരു കോൺഫിഡൻസ് വന്ന് എനിക്ക് പിന്നെ പിന്നെ മുതലേ എനിക്ക് ഡോക്ടറാണ് ഉള്ള ചിന്ത മാത്രമേ ഉള്ളൂ. ഞാൻ ക്ലാസ്സിൽ എപ്പോ പറഞ്ഞാലും ഡോക്ടർ ദേവാംഗന അരുൺ ചേർത്താണ് പറയാറുണ്ട്. അപ്പൊ അത് ടീച്ചർ കാരണമാണ് എനിക്ക് പറയാനുള്ളത്. ഇപ്പൊ പറയണ എനിക്ക് ദേവാംഗന നമ്മളിപ്പോ നമ്മള് അറിയാതെ മെസ്സേജ് ഇട്ടാലും നമ്മളോട് പറയും ഡോക്ടർ ദേവാംഗന അരുൺ തന്നെ ഇടണം. അല്ല, ഇപ്പൊ എനിക്ക് പോലും കൂടെ വായി വരുന്നത് മോളുടെ വാക്കുള്ള ഡോക്ടർ ദേവാംഗന തന്നെയാട്ടോ. ഇത് മോളുടെ മൈൻഡിലല്ല, മോള് ആയി തീരട്ടെ എന്നുള്ള പ്രാർത്ഥനയുണ്ട്. ഒപ്പം തന്നെ മോളുടെ ഷെയറിങ്, മോളുടെ ഹെൽപ്പിംഗ് മൈൻഡ് എല്ലാം നിങ്ങളുടെ തന്നെ ആളൊന്നും നല്ലവണ്ണം മോൾഡ് ആയിട്ടുണ്ട്. പിന്നെ ഒപ്പം തന്നെ എനിക്കൊന്ന് അനിയത്തിക്കുട്ടി ഇടയ്ക്കിടയ്ക്ക് വന്നിട്ട് ഇങ്ങനെ തല കാണിക്കുമ്പോൾ പോലും അവളെയും പാമ്പർ ചെയ്തിട്ട് ഇടയ്ക്ക് അങ്ങനെയൊക്കെ കണ്ട് കാണിച്ചുമൊക്കെ ഒരു ഡിസ്റ്റർബൻസ് ആണെന്ന് ഫീലാക്കാതെ എപ്പോഴും എന്താണെങ്കിലും പറഞ്ഞാലും അനുസരിക്ക് ഒന്നിനൊരു കുഴപ്പമില്ല. അത് ശരിക്കും ഞാൻ കണ്ടേക്കുന്നത് കുട്ടികളെ സംബന്ധിച്ച് കുട്ടികളല്ല പേരൻസും കൂടെ സപ്പോർട്ട് ചെയ്ത് നിൽക്കുമ്പോഴത്തേക്കിന് ഫണ്ടാസ്റ്റിക് മാറ്റങ്ങളാണ് ഉണ്ടാകുക. അതിലൊരു മാറ്റം കൊണ്ട് ഒരു ചെറിയ വിത്താണ് എനിക്ക് ദേവാംഗനയിൽ പാകാൻ സാധിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു. ഇനി നമുക്ക് റിസൾട്ടിനായിട്ട് കാത്തിരിക്കുകയാണ്. ആ റിസൾട്ടുകളൊക്കെ പേരുകൾ ദേവാംഗന അരുൺ എറണാകുളത്തെ ഒരു നവോദയ സ്റ്റുഡന്റ് ആവട്ടെ. ഇനി മോൾക്ക് ഭാഗ്യം കൊണ്ട് കിട്ടുന്ന ഓരോ അച്ചീവ്മെന്റ്സുകളും എന്തൊക്കെയാണെങ്കിലും മോള് ഭാവിയിൽ ഡോക്ടർ ദേവാംഗനയാണ്. ഈ ഡോക്ടർ എന്ന പേര് അന്വർത്ഥമാക്കാനായിട്ട് ചിലപ്പോൾ PhD കിട്ടുന്ന ഡോക്ടർ ആവാം, അതല്ല MBBS ഡോക്ടർ ആവാം. എന്താണെങ്കിലും മോളുടെ സ്വപ്നങ്ങളും ഒക്കെ പ്രായോഗികതയിലായിട്ട് എത്തട്ടെ. ഒപ്പം തന്നെ നമ്മുടെ ലവബിൾ ആയിട്ടുള്ള നമ്മുടെ അച്ഛനും അമ്മയ്ക്കും എപ്പോഴും പ്രൗഡായിട്ടുള്ള ഒരു കുഞ്ഞായിട്ട് മാറും ആണ് ദേവാംഗന. ഇനി അത് സമൂഹത്തിനുള്ള സേവനം ചെയ്യുന്ന ഒരു നല്ല കുട്ടിയായിട്ട് മാറാനും മോളുടെ ആദ്യത്തെ സ്റ്റെപ്പ് ആവട്ടെ നവോദയ സ്കൂൾ എന്നത്. ഇതിനായിട്ട് നമുക്ക് എല്ലാവർക്കും ഒന്നിച്ചു നിന്ന് പ്രവർത്തിക്കാം കേട്ടോ. നമസ്തേ മോനെ. നമസ്തേ. താങ്ക് യു മാഡം. താങ്ക് യു.